മോദിജി തോറ്റു, പാറ്റകൾ ജയിച്ചു എന്ന് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് പോലെ കേരളത്തിലെ ഒരു മുഖ്യധാരാ ചാനലിൽ നിന്ന് അത് പറയാൻ അപാരമായ ധൈര്യമാണ് അദ്ദേഹം കാണിക്കുന്നത്. കാര്യം BJP-യെ വിമർശിക്കുന്നവർ, NDA വിമർശിക്കുന്നവരെല്ലാം മോദിജിയിൽ പലപ്പോഴും സോഫ്റ്റായി നിൽക്കാറുണ്ട്. ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി അല്ലാതെ ആരും മോദിജിയെ കടന്നാക്രമിക്കാറില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മോദിജിയുടെ സീനിയോറിറ്റി; രണ്ട്, ED, NIA, അതുപോലത്തെ ധാരാളം ഏജൻസീസ് മിസ്യൂസ് ചെയ്യപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ ഒരു തംബ്നെയിൽ കൂടി വെച്ച് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ധൈര്യമാണ്, ജേർണലിസ്റ്റിക് ഇന്റഗ്രിറ്റിയാണ്. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. ആരെ വിമർശിക്കാൻ നമ്മൾ ഭയക്കുന്നു, അവിടെ നമ്മുടെ ജനാധിപത്യം അവസാനിക്കും. യഥാർത്ഥത്തിൽ പലപ്പോഴും ഒരു അപ്രഖ്യാപിത പേടി എല്ലാവരുടെയും മനസ്സിലുണ്ട്. മോദിജിയെ വിമർശിക്കും. മോദിജിയും വിമർശനത്തിന് അതീതനൊന്നുമല്ല, മഹാത്മാഗാന്ധി പോലും വിമർശനത്തിന് അതീതനല്ല. അപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിജിക്ക് ഈ വിഷയങ്ങളിൽ തെറ്റുപറ്റിയെന്ന് ആർജവത്തോടെ പറയാൻ ഒരു പത്രപ്രവർത്തകന് കഴിയുന്നത്, അതും ഏഷ്യാനെറ്റ് ചാനലിൽ കഴിയുന്നത്, അതും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിൽ കഴിയുന്നത്, അത് ആ ചാനലിന്റെ നന്മയും ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ ധൈര്യവുമാണ്. നമുക്ക് എന്താണ് എന്ന് കൃത്യമായി നോക്കാം. അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ പ്രസക്തമാണ്. പാറ്റകൾ, കോക്രോച്ച് ജനതാ പാർട്ടി എല്ലാവരും ഇടയ്ക്കൊന്ന് എഴുതി തള്ളിയെങ്കിലും അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ഞെട്ടിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹി ഇന്നലെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രതിഷേധത്തിൽ കത്തിജ്വലിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ പ്രതിഷേധത്തെ ലാത്തി കൊണ്ട് തല്ലി ഒതുക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചത്. അതോടൊപ്പം ഇവരെല്ലാം തീവ്രവാദികളാണെന്നും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അമേരിക്ക ഫണ്ട് ചെയ്യുന്നവരാണെന്നും ഒക്കെ പറയുന്നു. പോലീസിനെ മാത്രമല്ല കേട്ടു, കേന്ദ്രസേനയെയും രംഗത്തിറക്കിയിരുന്നു. ഇന്നലെ മണിക്കൂറുകളോളം ഡൽഹി നിന്ന് കത്തുകയായിരുന്നു. 50ഓളം കുട്ടികളുടെ തലതല്ലി തകർത്താണ് തലസ്ഥാനത്ത് ക്രൂരമായ പോലീസ് വേട്ട ഇറങ്ങിയേറിയത്. പക്ഷെ അതൊന്നും സമരക്കാർ തളർത്തിയിട്ടില്ല. ആ പ്രതിഷേധം ഇന്നും തുടരുകയാണ്, ഇപ്പോഴും തുടരുകയാണ്. We will not be scared by your politics. നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾക്ക് ഭയമില്ല എന്നാണ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ പ്രഖ്യാപനം ഒരു ചെറിയ കാര്യമല്ല കേട്ടു. ഇന്ന് നമ്മുടെ രാജ്യത്തെ വലിയൊരു ഭീതി പിടികൂടിയിരിക്കുകയാണ്. സർക്കാരിനെ വിമർശിക്കാൻ നമുക്കിപ്പോൾ ഭയമാണ്. വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ച് തുറുങ്കിലടയ്ക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്രയേറെ ഭീതി നമ്മുടെ രാജ്യത്തെ പിടികൂടിയിട്ടില്ല കേട്ടു. എന്ന് മാത്രവുമല്ല, അടിയന്തരാവസ്ഥക്കെതിരെ ആയിരക്കണക്കിന് പേർ പോരാടുകയും അവരിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അനേകായിരങ്ങൾ തുറുങ്കിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ എന്ന രാജ്യത്തെ ഭയം പിടികൂടിയിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? നമ്മൾ അദൃശ്യമായ ഒരു ഭീതിക്ക് അടിപ്പെട്ടിരിക്കുകയാണ്. ആ ഭീതിയുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾക്ക് ഭയമില്ല എന്നാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഈ രാജ്യത്തെ യുവജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ നിൽക്കുന്ന ആയിരങ്ങളെയാണ് ഇന്നലെ നമ്മൾ ഡൽഹിയിലെ തെരുവിൽ കണ്ടത്. ആവേശമാണ്, ഇന്ത്യയുടെ ആവശ്യമാണ്. കേട്ടു. അതേറ്റവും പെൺകുട്ടികളായ കാര്യമാണ്. അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടികളുടെ പുറകു ഭാഗത്ത് നോക്കി തല്ലി പരസ്പരം കമന്റ് ചെയ്ത് ചിരിക്കുന്ന പല പോലീസുകാരെ നമ്മൾ കണ്ടു. അത് കാണേണ്ടതാണ്. ഞാനത് കാണിക്കണോ വേണ്ടയോ എന്ന് ആദ്യം ആലോചിക്കുകയായിരുന്നു. അതും കൂടെ നിങ്ങൾ കാണണം. അതായത് നാണം കെട്ട രീതിയിൽ ആ പെൺകുട്ടികളുടെ ബാക്ക് ഭാഗങ്ങളിൽ ലാത്തി വെച്ചടിക്കുകയും എന്നിട്ട് പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്യുന്ന പല പെർവേർട്ടുകളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വേദനാജകരമായ, വിഷമകരമായ സത്യമാണ്. അത് ഞാൻ ആലോചിച്ചാണ്, കാണിക്കണോ, അത് ശരിയാണോ? എന്നിട്ട് ഒരു പെൺകുട്ടിയോട് പോലീസ് നിന്നെ നഗ്നയാക്കി, നിന്നെ അവിടെ കൊണ്ടുപോകും, സ്റ്റേഷനിൽ കൊണ്ടുപോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന, ഏറ്റവും അപമാനമുണ്ടാക്കുന്ന ചില സംഭവങ്ങളാണ് നടന്നത്. അത് കാണിക്കാതെ പോയിട്ട് എന്താ കാര്യം? ഓർത്തു നോക്കുക, പെൺകുട്ടികളെ അടക്കം ഏറ്റവും മോശവും മൃഗീയവുമായ രീതിയിൽ തല്ലി ചതയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ പെൺകുട്ടിയെ നോക്കിയോണം. പോലീസുകാരൻ എത്തി ആ പെൺകുട്ടിയുടെ പുറകിൽ അടിക്കുകയാണ്. എന്നിട്ട് ഇതാ ആ പോലീസുകാർ പരസ്പരം നിന്ന് ചിരിക്കുകയാണ്. മനഃപൂർവ്വം ലാത്തി, അതായത് അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്ന പെൺകുട്ടിയെ മനഃപൂർവ്വം, ഇനിയും ഒരുപാട് ചിത്രങ്ങളുണ്ട്, ഇനിയും പലപ്പോഴും ഇത് ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ സ്ട്രൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ വരും, അതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ യുവത്വത്തെ ഇത്ര അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു സമീപനം ഈ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇങ്ങനെ ഒരു സംഘർഷാന്തരീക്ഷം നമ്മൾ കണ്ടിട്ടില്ലെന്നേ. ആദ്യം സർക്കാർ സമരത്തെ അവഗണിച്ചു. പക്ഷേ നാൾക്ക് നാൾ സമരത്തിനുള്ള പിന്തുണ കൂടി വരുന്നതാണ് നമ്മൾ കണ്ടത്. കേവലം പ്രതിഷേധ സമരത്തിൽ നിന്നും സത്യാഗ്രഹത്തിലേക്ക് സമരം മാറി. ഗാന്ധിയൻ രീതിയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയത്. നോക്കൂ, സോനം വാങ്ചുക് മാത്രമല്ല കേട്ടോ, വിദ്യാർത്ഥികളായ നേഹ ബോറ,
മനീഷ് കുമാർ, അമീൻ അമിതോഷ്, അവരും മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഒരു മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഈ രാജ്യത്തിന്റെ സ്ഥിതി? എന്താവും ഈ സർക്കാരിന്റെ സ്ഥിതി? മുമ്പൊരു വിദ്യാർത്ഥി സമരം കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആ ചരിത്രത്തെ കുറിച്ച് BJPക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എന്താ? അവരായിരുന്നു ആ സമരത്തിന് പിന്നിൽ. ആ സമരത്തിന്റെ പേര് മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭം എന്നായിരുന്നു. നമ്മുടെ രാജ്യത്ത് ആ യുവജനങ്ങളുടെ പ്രക്ഷോഭം ബഹുമാനത്തോടെ കാണണം, ആദരവോടെ കാണണം. ഈ യുവാക്കൾ യുവതികൾ പോരാടുന്നത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. ഈ നാടിന്റെ തെറ്റായ ചില പ്രവണതകൾക്കെതിരെയാണ്. നീറ്റിന്റെ അടക്കമുള്ള ക്രമക്കേട് മാറ്റാനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം കഴിവുകെട്ട ഇത്രയും കാര്യങ്ങളെ ഓവർസീ ചെയ്തൊരു മന്ത്രിക്കെതിരെയാണ് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ അതിശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ ലിങ്ക് ഇടാം, ഇത് പൂർണ്ണമായും കാണണം. ആ യുവ പ്രക്ഷോഭത്തിന് പൂർണ്ണമായ പിന്തുണ അറിയിക്കുന്നു. ആ വിദ്യാർത്ഥികളെ സമാധാനത്തിന്റെ പാതയിൽ കൊണ്ടുപോകുന്നതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്, മോദിജിക്കാണ്.